ഒരു ചെറിയ ദ്വീപ് രാജ്യത്തിലെ ഒരു സാധാരണ കുട്ടി കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ലോകകപ്പിൽ ഒരു ദിവസം താൻ ഹീറോയാകുമെന്ന് അവൻ പോലും കരുതി കാണില്ല. ക്യാബോ വെർദെ വെറും 5 ലക്ഷം ജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യം. വലിയ സ്റ്റേഡിയങ്ങളില്ല, ലോക പ്രശസ്ത സൂപ്പർ സ്റ്റാറുകളുമില്ല. പക്ഷേ ആ ബാലനൊരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ രാജ്യത്തിന്റെ പേര് ലോകമെമ്പാടും അറിയപ്പെടണം എന്ന സ്വപ്നം. ആ സ്വപ്നത്തിനൊപ്പം വർഷങ്ങളോളം നിന്ന ബാലന്റെ പേരാണ് വോസീഞ്ഞ. ക്ലബ്ബുകൾ മാറി, വർഷങ്ങൾ മാറി, തലമുറകൾ മാറി, എങ്കിലും വോസീഞ്ഞ ആ ഗോൾ പോസ്റ്റിന് മുന്നിൽ തുടർന്നുകൊണ്ടേയിരുന്നു. വയസ്സ് 40, പല കളിക്കാരും വിരമിക്കുന്ന സമയം. പക്ഷെ ചിലർക്ക് പ്രായം വെറും സംഖ്യ മാത്രം. ഇന്നലെ സ്പെയിനിന് മുന്നിൽ നിന്നപ്പോൾ അവൻ വെറും ഒരു ഗോൾ കീപ്പർ മാത്രമായിരുന്നില്ല. ക്യാബോ വെർദെ എന്ന തന്റെ രാജ്യത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പേര് നിൽക്കുന്ന ആ പഴയ ബാലൻ തന്നെയായിരുന്നു. ലോകോത്തര താരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. പക്ഷെ അവരുടെ മുന്നിൽ ഒരു വൻമതിലുണ്ടായിരുന്നു. ആ വൻമതിലിന്റെ പേരാണ് വോസീഞ്ഞ. 7 ലോകോത്തര സേവുകൾ. സ്റ്റാറ്റ്സിൽ അത് വെറും 7 സേവുകൾ മാത്രമായിരിക്കാം. പക്ഷെ ക്യാബോ വെർദെയിലെ ഓരോ കുട്ടിക്കും അത് 7 പ്രതീക്ഷകൾ തന്നെയായിരുന്നു. ഓരോ ഡൈവിലും ഒരു രാജ്യത്തിന്റെ പതാകയുണ്ടായിരുന്നു. ഓരോ സേവിലും ഒരു രാജ്യത്തിന്റെ സ്വപ്നം ഉണ്ടായിരുന്നു. 90 മിനിറ്റുകൾക്ക് ശേഷം സ്കോർ ബോർഡിൽ 0-0 എന്ന് കണ്ടു. പക്ഷേ ഫുട്ബോൾ ലോകം മറ്റൊന്നാണ് കണ്ടത്. ഒരു ചെറിയ രാജ്യം ഫുട്ബോളിലെ വൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ വിസമ്മതിച്ച വീരകഥ. 40 വയസ്സിലും ലോകത്തെ വിസ്മയിപ്പിച്ച വോസീഞ്ഞ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വപ്നങ്ങൾക്ക് കാലാവധിയില്ല. ലോകം നിങ്ങളെ വിശ്വസിക്കാത്ത കാലത്തും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. കാരണം ചരിത്രം എഴുതുന്നത് ഏറ്റവും ശക്തരല്ല, അവസാനം വരെ പോരാടുന്നവരാണ്. ഇന്നലെ ക്യാബോ വെർദെ എന്ന കൊച്ചു രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു ചരിത്രം എഴുതി. ആ ചരിത്രത്തിന്റെ മുഖം, ആ രാജ്യത്തിന്റെ അഭിമാനം, ആ മതിലിന്റെ പേര് വോസീഞ്ഞ. ഇനിയും ഇതുപോലെ വീഡിയോകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. Plus Academy, the final word in German learning. We don't just teach, we make you speak. Visit plusacademy.com and book your free trial class.